അനുമോള് പറയുന്നുണ്ട് ഇന്നത്തെ നോമിനേഷൻ എല്ലാവരും ബുദ്ധിപൂർവ്വമാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം ആദില പറയാണ് അത് നമുക്ക് പിന്നെ പറയാം. നൂറ പറയാണ് ഈ ചേട്ടൻ ഇരിക്കുന്നുണ്ടാണെങ്കിൽ പേടിക്കണ്ട, ഈ ചേട്ടൻ കുത്തിത്തിരിപ്പനല്ല, അതുകൊണ്ട് പറയാം, പേടിക്കണ്ട, ട്രസ്റ്റ് ചെയ്യാം നമുക്ക്. ആതിര പറയുന്നുണ്ട് എനിക്കൊരു പരദൂഷണം പറയാനുണ്ട്, ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാം. ഈ മനുഷ്യനുള്ളപ്പം പറയാമെന്ന് ഒരു കുഴപ്പവും ഇല്ലെന്ന് നൂറ വീണ്ടും പറയുന്നുണ്ട്. ലൂസ് ടോക്ക് ആണെങ്കിൽ പറയണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പം നൂറ പറയാണ് എനിക്ക് വിശ്വാസമാണ്. അനീഷ് അത് കേട്ടിട്ട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് നേരം കിടക്കാം. അപ്പോൾ അനീഷ് പറയുന്നത് കിടക്കാമെന്നാണ്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ചേട്ടാ കിടക്കാമെന്നല്ല, കിടക്കാം. പിന്നെ വീണ്ടും വീണ്ടും അവർ പറഞ്ഞത് ആ ഒരു വാക്ക് അനീഷിനെ കൊണ്ട് കറക്റ്റ് പറയിക്കുന്നുണ്ട്. ചേട്ടൻ കിടക്കണ്ട അവിടെ ഇരുന്നു എന്ന് ആദില പറയുന്നു. കുറച്ചു നേരം റെസ്റ്റ് കിട്ടട്ടെ, കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നോട്ടെന്ന് നൂറ പറയുന്നുണ്ട്. നോമിനേഷൻ ആരുടെ പേര് പറയുന്ന ആദിലയോട് ചോദിക്കുമ്പോൾ ആദില പറയുന്നുണ്ട് ഞാൻ അസാധുവാക്കുന്നുണ്ട്. അപ്പം അനുമോള് ചിരിച്ചുകൊണ്ട് പറയാണ് ഞാനും ഇനി എല്ലാ നോമിനേഷനും അസാധുവാക്കി കളയും, ആർക്കും കൊടുക്കത്തില്ല. എനിക്ക് ക്യാപ്റ്റൻസിയിലൊന്നും വലിയ പ്രതീക്ഷയില്ലെന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പം നൂറ പറയുകയാണ് ഒന്നില്ല നോക്കി കാറ്റൂരി വിട്ട പന്ത് പോലെയായി. ജയിലിനകത്തിരുന്നുകൊണ്ട് ആദില നൂറയ്ക്ക് ഫോൺ ചെയ്യുന്നതായിട്ട് അഭിനയിക്കുകയാണ്. മോൾ എന്തെടുക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കഴിക്കുന്നു? അപ്പോൾ പറഞ്ഞ് ചപ്പാത്തിയും കടലക്കറിയും ചിക്കൻ പൊരിച്ചതും. അടുത്തിരുന്നുകൊണ്ട് അനുമോള് ചോദിക്കുന്നുണ്ട് ആരുടെ ഈ ഫോണിൽ? അപ്പോൾ അതിൽ പറയാം ഫോണിൽ നിൻ്റെ വാപ്പ. തമാശയ്ക്കാണെങ്കിലും തന്തയ്ക്ക് വിളിച്ചുണ്ടോ അതില.